الحمد لله كفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാന്യരായ ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മുഫാസ് അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന സീറത്തുൻ നബി സമ്മേളനത്തിലാണ് നാം ഉള്ളത്. നീണ്ട ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന മജ്‌ലിസായതുകൊണ്ട് നബി തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏതാനും കുറഞ്ഞ സമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചും സ്വഭാവത്തെ സംബന്ധിച്ചും അവിടുത്തെയുടെ പ്രബോധനത്തെ സംബന്ധിച്ചുമൊക്കെ കൂടുതലായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യം തന്നെയാണ് മുഫാസ് അസോസിയേഷനും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ നബിദിനം കടന്നു വരുമ്പോഴും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പഠന വിഷയമാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയാക്കി തന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലും നാം പ്രാവർത്തികമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മാതൃക വ്യക്തിത്വമാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയിലായിരിക്കണം. അപ്പോഴാണ് ഹുബ്ബുർ റസൂലാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ പ്രവാചക സ്നേഹി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ പിൻപറ്റലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ, നാം ആഹാരം കഴിക്കുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മാതൃകയിലായിരിക്കും. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നാം പിൻപറ്റേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആഹാരം കഴിക്കുമ്പോൾ നാം ഇരുന്നു കൊണ്ട് കഴിക്കുകയും ബിസ്മി പറഞ്ഞ് ആഹരിക്കുകയും ചെയ്യണം. ആഹാരം കഴിച്ച് മതിയാക്കിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അതുപോലെ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ, അവിടെ പ്രവേശിക്കുമ്പോൾ ഇടത് കാല് വെച്ച് പ്രവേശിക്കുകയും പുറപ്പെടുമ്പോൾ വലത് കാല് വെച്ച് പുറപ്പെടുകയും ചെയ്യണം. നാം പാദരക്ഷ ധരിക്കുമ്പോൾ ആദ്യം വലത് കാലിലെ പാദരക്ഷ ധരിക്കുക, രണ്ടാമത് ഇടത് കാലിൽ. ഊരുമ്പോൾ ഇടത് കാലിലെ ആദ്യം ഊരുക, പിന്നീട് വലത് കാലിലെ ഊരുക. വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാലിൽ വെച്ച് പ്രവേശിക്കുക, പുറപ്പെടുമ്പോൾ ഇടത് കാലിൽ വെച്ച് പുറപ്പെടുക. അതുപോലെ മസ്ജിദിലേക്ക് കടക്കുമ്പോഴും ഇങ്ങനെ എല്ലാത്തിനും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ ഉൾപ്പെടെ നാം ചെയ്യുന്ന ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും അത് പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കിക്കൊണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പ്രവാചക സ്നേഹമാകുന്നത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് ഓരോ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴും നാം കൂടുതൽ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അതിന് നാം ഓരോരുത്തരും കടമപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി ആശംസ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. വടക്കുംതല ഷാജഹാൻ മന്നാനി അവരുകളെ ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മുഫാസ് അസോസിയേഷൻ്റെ കർമ്മധീരനായ ഒരു പ്രവർത്തകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തും സിഹത്തും നൽകട്ടെ. നമുക്ക് ഏവർക്കും ബഹുമാന്യനായ ഉസ്താദ് അവർക്കും എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കും.